ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, എൻ്റെയൊക്കെ ബാല്യകാലം മനോഹരമാക്കിയ ജാക്കി ജാൻ എന്നൊരു നടനുണ്ടായിരുന്നു. ആക്ഷൻ സീനൊക്കെ റിയൽ ആയിട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ. പുതിയ കുട്ടികൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതാണ്. കാരണം രജനീകാന്തിനെ പോലും അയാളൊരു തന്തയാണെന്ന് പറയുന്ന പുതിയ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ചത്തിമാൻ വന്ന് രക്ഷിക്കുന്നു പറഞ്ഞൊരു ബാല്യകാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനത്തെ ഞങ്ങളുടെ പഴയ ഹീറോയുടെ ഒരു പുതിയ ചിത്രം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ദ ഷാഡോ എഡ്ജ് എന്ന അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ രസകരമാണ്. ഒരുപാട് നല്ല നടന്മാരൊക്കെ അഭിനയിച്ച് ആക്ഷൻ ട്വിസ്റ്റൊക്കെ ചേർന്ന ഒരു അടിപൊളി ചിത്രം. കണ്ടതാണേ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യരുത്. കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ ചിത്രം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 4 സുന്ദരം പയ്യന്മാർ ഒരു കാറിൽ ഇങ്ങനെ പോകുന്നു. അവരെന്തോ കൊള്ളയടിക്കാനാണ് പോകുന്നത്. ഇവരെ സഹായിക്കാനായി ഒരു വയസ്സൻ ഡാഡി സിറ്റിയിൽ ഒരു മൂലയ്ക്ക് വോക്കി ടോക്കിയും പിടിച്ച് ഇരിപ്പുണ്ട്. പുള്ളിക്കാരന് പോലീസുകാര് പരസ്പരം സംസാരിക്കുന്ന വയർലെസ് ടോക്കിംഗ് പോലും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് കൂടാതെ ഇവർക്കൊരു നീണ്ട മുടിയൻ ഹാക്കറും ഉണ്ട്. അവനാണ് സിറ്റിയിലെ എല്ലാ കാര്യങ്ങളും ക്യാമറയിലൂടെ കണ്ട് ഇവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഇവൻ ആ സിറ്റിയിലെ ക്യാമറ സെക്യൂരിറ്റി സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്തിട്ട് ഈ കള്ളൻ ചെക്കന്മാര് പോകുന്ന വണ്ടിയൊക്കെ ക്യാമറയിൽ നിന്ന് മാച്ചു കളയും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലീസുകാരെ പോലെയല്ല അവരുടെ പോലീസ്, ഒന്നുകൂടെ അഡ്വാൻസ്ഡാ. സിറ്റി പെട്രോളിംഗ് ചെയ്യുന്നത് AI ഉപയോഗിച്ച് ക്യാമറ നിരീക്ഷണത്തിലൂടെയാണ്. ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പോലീസുകാർ സിറ്റി മുഴുവൻ പെട്രോളിംഗ് ചെയ്യുന്നുണ്ടാവും. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ അവരത് നോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവർക്ക് ആ കാറ് കാണാൻ കഴിയുന്നില്ല. കാരണം ഇവരെ സിസ്റ്റം വരെ നമ്മുടെ ഹാക്കർ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ പോലീസുകാർക്ക് എന്തോ ഒരു ഗ്ലിച്ച് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോഴായിരിക്കും മക്കാവോ ഏഷ്യൻ ബാങ്കിന്റെ സേഫ്റ്റി അലാറം അടിച്ചിരിക്കുന്നു എന്നുള്ള ന്യൂസ് പോലീസുകാർക്ക് കിട്ടുക. കാരണം ബാങ്കിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ ഉടനെ അലാം ട്രിപ്പാകും, പോലീസുകാർക്ക് ന്യൂസ് പോകും. അങ്ങനെ പോലീസുകാർക്ക് ആ ബാങ്കിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഉടനെ തന്റെ ടീമിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഇൻസ്പെക്ടർ ലേഡി. അതേസമയം ഈ ബാങ്കിന് ചുറ്റും സസ്പീഷ്യസ് ആയിട്ട് ഏതെങ്കിലും കാറുകൾ നിൽക്കുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൂടെ ഇവർ വാച്ച് ചെയ്യും. നോക്കുമ്പോൾ ഒരു കറുത്ത വാനിൽ മുഖം മൂടിയിട്ട 4 പേര് ഈ ബാങ്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. CCTVയിൽ അത് കാണാം. പക്ഷെ അവർ കയ്യിലൊന്നും കരുതിയിട്ടില്ല. അകത്ത് പോയതുപോലെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനി അവർ കാർ എടുത്ത് രക്ഷപ്പെട്ടു പോകുന്നതും കൂടെ CCTVയിലൂടെ ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ തന്റെ മാൻ പോലീസായ ആൾക്കാരെ ക്യാപ്റ്റൻ ലേഡി ആ വാനിന് പുറകെ പറഞ്ഞു വിടാണ്. വാൻ ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് മടക്കി പിടിക്കാൻ പറയും. എല്ലാ പോലീസുകാരും ചേർന്ന് ആ ജംഗ്ഷനിൽ ചെന്ന് ഈ വാനിനെ മടക്കി പിടിച്ചു. അത് CCTVയിലൂടെ കാണാം. ക്യാപ്റ്റൻ പറയുന്നു ഉടനെ ഇറങ്ങി അവരെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷെ അപ്പോഴാണ് ഇവർക്ക് അമളി പറ്റിയത് മനസ്സിലാവുക. യഥാർത്ഥത്തിൽ CCTVയിലൂടെ കാണുന്ന കാർ അവിടെ ഇല്ല. അത് ഹാക്കർ ഹാക്ക് ചെയ്ത് അവിടെ ഇല്ലാത്തൊരു കാറിനെ ഉള്ളതുപോലെ കാണിച്ച് ഇവരെ ദിശ തെറ്റിച്ച് വിട്ടതായിരുന്നു. കണ്ടോ എന്താ സെറ്റപ്പ് എന്ന്. സിസ്റ്റം അത്രയും അഡ്വാൻസ്ഡ് ആയാൽ കള്ളന്മാരും ഹെവി അഡ്വാൻസ്ഡ് ആവും. അങ്ങനെയാണ് ഇപ്പോൾ പോലീസുകാർക്ക് പണി കിട്ടിയിരിക്കുന്നത്. കള്ളന്മാരെ ജോലി കഴിയുമ്പോൾ എല്ലാം ഓക്കെ അല്ലേ, എന്നാൽ ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയെന്നും പറഞ്ഞ് ആ കള്ളന്മാരെ ലീഡർ അപ്പൂപ്പൻ സിറ്റിയിൽ നിന്നും പുറത്തേക്ക് നടന്നു പോകുന്നു. ഇത് കഴിയുമ്പോൾ പിറ്റേന്ന് വലിയൊരു കമ്പനി ഓഫീസ്, അതിന്റെ മാനേജർ ലിഫ്റ്റിൽ കയറുന്ന സമയം ഈ ഇന്നലെ കൊള്ളയടിച്ച കള്ളന്മാരില്ലേ അവരും അയാളെ പുറകെ ചെല്ലുന്നു. അതേ നേരത്ത് ഈ കമ്പനിയുടെ ഓണറായ ജെട്ടിക്കാരനെ 2 പോലീസുകാർ കാണാൻ ചെല്ലുന്നുണ്ട്. കാരണം പുള്ളിക്കാരന്റെ ലോക്കറായിരുന്നു ഇന്നലെ ആ കള്ളന്മാര് കട്ടെടുത്തിട്ട് പോയത്. അതിലൊരൊറ്റ ഡോക്യുമെന്റേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിപ്റ്റോ കറൻസിന്റെ പാസ്വേഡ് ഉള്ള ഒരു ഡോക്യുമെന്റ്. എന്നാൽ ആ പാസ്വേഡ് മാത്രം പോരാ, അത് പകുതിയുള്ളൂ. പകുതി യൂസർ നെയിമും പാസ്വേഡും ഇയാളുടെ ഓഫീസിലാണ്. ആ സംഭവം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു കള്ളന്മാരിന്ന് ഓഫീസിലേക്ക് പോയിരിക്കുന്നത്. അത് സാധാരണ ക്രിപ്റ്റോ കറൻസി അല്ലേ, വലിയ മതിപ്പുണ്ടോ എന്ന് പോലീസുകാർ ചോദിക്കുക. അപ്പൊ ആ ഓണർ ദേഷ്യപ്പെട്ടിട്ട് പറയും, എടാ നിന്റെയൊക്കെ ഗവൺമെന്റിന്റെ ശല്യം കൊണ്ടാണ് ഞാൻ പണമെല്ലാം ക്രിപ്റ്റോ കറൻസിയായി സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ ചെയ്ത ടാക്സ് കൊടുക്കണ്ടല്ലോ. ഏകദേശം $500 മില്യൺ ഉണ്ടത്. ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പണമാണ് അയാളെ മൊത്തം അസറ്റ്. അതാണ് അവരടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ബാക്കി പകുതി എടുക്കാൻ അവരെന്തായാലും വരുമെന്ന് ഈ ഓണർക്കറിയാം. ഉടനെ അങ്ങേര് ഓഫീസിൽ വിളിച്ച് ചോദിക്കാൻ പറയുക. ഈ നേരം ആ കള്ളന്മാർ ഓഫീസ് അറ്റാക്ക് ചെയ്ത് അവിടെയുള്ള ഡോക്യുമെന്റും കൂടെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുക. പോലീസുകാരെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോൾ ആരും എടുക്കുന്നുണ്ടാവില്ല. ഈ കള്ളന്മാർ അവരെയൊക്കെ തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുക. സോ ഇതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് മനസ്സിലായി അവിടെ കുഴപ്പമെന്തോ ഉണ്ട്. ഉടനെ തന്നെ അങ്ങോട്ട് ചെന്ന് കള്ളന്മാരെ കൈ കിട്ടിയ പിടിക്കണമെന്ന്. ഈ നേരത്ത് നമ്മുടെ ഹാക്കർ പയ്യന്റെ സഹായത്തോടെ ഈ പോയ കള്ളന്മാരിലെ ഒരുവൻ അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്നും ഇവർക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക.
മൊത്തം കോപ്പി ആവാൻ ഒരു 5-6 മിനിറ്റ് സമയമെടുക്കും. ഇവരെ ലീഡർ ഡാഡി ഇല്ലേ, പുള്ളിക്കാരനും അതേ ഓഫീസിന്റെ താഴെ ചായ കുടിച്ചോണ്ടിരിപ്പുണ്ട് സാധാരണക്കാരനെ പോലെ. പുള്ളി പറയും, എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്ത് ഇറങ്ങിവായോ, കിട്ടിയ സാധനം മതി, പോലീസ് വരാൻ സമയമായി എന്ന്. എന്നാൽ ഇവർ മുഴുവനും എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി 2 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. വേഗം ഇറങ്ങി വരാൻ പറയാണ് ഡാഡി. ഇവര് നിക്കണേ ആയില്ല എന്ന് പറഞ്ഞ് വീണ്ടും സമയമെടുക്കുന്നു. 31% ആയിട്ടുള്ളൂ. ഇത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ആൾക്കാരുടെ ഡാറ്റാസ് എല്ലാം ആ സിസ്റ്റത്തിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുക. ലോകം മുഴുവനുള്ള ഒരുപാട് വലിയ ആൾക്കാരുടെ ഡാറ്റാസ് ആ സിസ്റ്റത്തിലുണ്ട്. എല്ലാം കൂട്ടിച്ചേർത്താൽ 10 ബില്യണോളമായി. അതുകൊണ്ട് ഇവർ കോപ്പി ആവാൻ വെയിറ്റ് ചെയ്യാണ്. ഡാഡി പറയും നിർത്തിയിട്ട് ഇറങ്ങി വരാൻ. ഇവരത് കേൾക്കുന്നില്ല. അപ്പോഴേക്കും പോലീസ് ഈ കമ്പനി ബിൽഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരെത്തിയ നിമിഷം മുഴുവൻ ഡാറ്റയും കോപ്പി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം ഇറങ്ങി വായോന്നും പറഞ്ഞ് 4 പേരും ബാഗും എടുത്ത് മാസ്ക് ഇട്ട് പുറത്തേക്ക് വരിക. ആ സമയം ഡാഡി ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. പേടിക്കാതെ ഇറങ്ങി വാ, പോലീസുകാർ എൻട്രൻസിലുണ്ട്, ഒരു സിഗ്നലും അവർക്ക് കൊടുക്കാൻ പാടില്ല. ഇതും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഡാഡി കോഫി ഷോപ്പിലെ പെണ്ണ് വെറുതെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോയിൽ പെട്ടുപോകും. ആ പെണ്ണ് സോറി ചോദിക്കുന്നു. ഡാഡി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവുക. ഈ നേരം കൺട്രോൾ റൂമിലേക്ക് കമ്പനിയിൽ നിന്ന് കോള് പോയി. 4 പേരാണ് കക്കാൻ വന്നിരിക്കണമെന്ന് അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ വിവരം ക്യാപ്റ്റൻ ലേഡി അവിടെയുള്ള ആ ബിൽഡിങ്ങിലുള്ള പോലീസുകാരോട് പറയും. അവരുടനെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കള്ളന്മാര് 4 പേരും സുന്ദരം പയ്യന്മാരാ, ചെറുപ്പക്കാര് ആമാര് ഹായായി ഇങ്ങനെ നടന്നു പോവാ. സംശയം തോന്നിയ പോലീസ്, എടാ മക്കളെ അവിടെ നില്ല്, നിങ്ങളെ ചെക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് അടുത്തേക്ക് പോവാ. ഉടനെ ഡാഡി അവരെ കൈയിൽ കൊടുങ്ങണ്ട, ഓടിക്കോ എന്ന് പറയും. ഈ പിള്ളേര് ബിൽഡിങ്ങിന്റെ മണ്ടയിലേക്ക് ഓടിക്കേറുന്നു. പോലീസുകാർ ഉടനെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വേറെയും ഒരുപാട് ഫോഴ്സ് അങ്ങോട്ട് വരികയാണ്. ഇപ്പൊ നിറച്ചും പോലീസായി. അതിലൊരു ഇത്തിരി പെണ്ണും കൂടെയുണ്ട്. ഈ പിള്ളേര് വിചാരിക്കണ പോലെയല്ല, മാർഷൽ ആർട്സിലെ ഭയങ്കര വില്ലന്മാരാ. ചാടിയും പറന്നും ഓടുന്നു. എതിരെ വരുന്ന പോലീസുകാരൊക്കെ ഇടിച്ചിടുന്നുണ്ട്. പിടിക്കാൻ പറ്റില്ല. നല്ല സ്കില്ലായിട്ടുള്ള പിള്ളേരാ. എന്നാൽ ഒരു SI പോലീസുകാരനുണ്ട്. പുള്ളിക്കാരന് അവരെ പോലെ തന്നെ നല്ല അടി അറിയുന്ന ഒരു പോലീസുകാരനാണ്. അങ്ങേര് ഇവരെ കാര്യമായിട്ട് പ്രതിരോധിക്കുന്നു. എന്നാൽ ഈ പിള്ളേരെന്താ ചെയ്യുക? അയാൾക്കിട്ട് നല്ല പൊട്ടീരും കൊടുത്ത് പുള്ളിയെ ഇവരെ തടവിലാക്കി ലിഫ്റ്റിനകത്തേക്ക് കയറുകയാണ്. ഈ ലിഫ്റ്റ് ബിൽഡിങ്ങിന്റെ മണ്ടയിലേക്ക് പോകും. ആ നേരം ലീഡർ ഡാഡി ഇവർ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന കാറിനകത്ത് കയറി ആ കാർ ഓടിക്കുന്ന പയ്യനോട് വിട്ടടിച്ച് പോകാൻ പറയുക. അവനാണെങ്കിൽ കൂടെയുള്ളവരെ കളയാൻ മനസ്സില്ല. എന്നാൽ ഇങ്ങേര് അവനെ ചീത്ത പറഞ്ഞ് വണ്ടി എടുക്കാൻ പറയും. ഈ സമയത്ത് ലിഫ്റ്റിനകത്ത് SI, പുള്ളിയും ആളൊരു അടിപൊളി സ്റ്റണ്ട്മാനാ. അങ്ങേര് പരമാവധി ഇവന്മാരെ അടിച്ച് പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പിള്ളേര് ഒന്നുകൂടി മണ്ടയ്ക്കൊരു കൊട്ടും കൊടുത്ത് പുള്ളിയെ ലോക്ക് ചെയ്ത് സൈഡാക്കും. അത് കഴിഞ്ഞ് ഈ ലിഫ്റ്റിലൂടെ നേരെ ബിൽഡിങ്ങിന്റെ മണ്ടയിലേക്ക് ചെന്ന് അവിടുന്ന് ഈ 4 എണ്ണം എടുത്ത് ചാടുക. സംഭവം ഇവരെ പുറത്ത് പാരാച്ചൂട്ടും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം പ്ലാൻ ചെയ്താണ് പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ SI സ്റ്റണ്ടാൻ വിടുവോ? അങ്ങേരും വിടാതെ ഒരു ബഞ്ചി ജമ്പനെ കെട്ടിപ്പിടിച്ച് നേരെ താഴത്തേക്ക് ചാടും. കുറെ ദൂരം താഴേക്ക് എത്തിയെങ്കിലും ഈ കയറ് നിലത്ത് വരെ പോകില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ ഒരു ബലൂണിന്റെ മണ്ടേക്ക് ഇങ്ങേരി ചാടി താഴത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ഇവന്മാരെ പിടിക്കാൻ വേണ്ടി വീണ്ടും ഓടും. അപ്പോഴേക്കും ബാക്കിയുള്ള പോലീസുകാരും ഇങ്ങനെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവർക്കൊക്കെ അതിശയം, ഇയാൾ ശരിക്കും ചാടിയോന്ന്. ഇനി ആ പറന്നുപോയ പിള്ളേരില്ലേ, അവരെ ഇവർക്ക് ഹെലികോപ്റ്ററിലൂടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവര് പോയി ഇറങ്ങുന്ന സ്ഥലം കൺട്രോൾ റൂമിൽ നിന്ന് ട്രാക്ക് ചെയ്ത ആ സ്പോട്ട് ബാക്കിയുള്ള പോലീസുകാരോട് അവിടുത്തെ ക്യാപ്റ്റൻ ലേഡി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ സ്പോട്ടിലേക്ക് ലോക്കലി ഉള്ള കുറച്ച് പോലീസുകാർ ഇവർ പറഞ്ഞുവിടുക. എന്നാൽ നമ്മുടെ പിള്ളേര്, കള്ളം പിള്ളേര്, ആ പോലീസുകാരെ ഇടിച്ചിട്ട് ഇവർ ആ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കും. ആ കെട്ടിടമാണെങ്കിൽ ഒരു വലിയ സ്റ്റാർ ഹോട്ടലാ. പിള്ളേര് ഡ്രസ്സൊക്കെ മാറി സ്റ്റൈലായിട്ടാണ് അകത്തേക്ക് പോകുന്നത്. 2 പേര് അവിടുത്തെ ജോലിക്കാരെ പോലെ. ഇവരെ CCTV-ന്ന് ഹാക്കർ മാച്ച് കളയുന്നുമുണ്ട്. ഈ ഹോട്ടലിനകത്തേക്ക് വന്ന പോലീസുകാർ അവരെന്തായാലും ഹോട്ടൽ വിട്ടു പോയിട്ടില്ല. നമ്മൾ മാൻ പവർ കൊണ്ട് തന്നെ അവരെ തേടി കണ്ടുപിടിക്കാന്ന് പറയും. എന്നിട്ട് ഇവർ CCTV ചെക്ക് ചെയ്യാണ്. അപ്പോഴേക്കും കള്ള ഹാക്കർ CCTV ഫൂട്ടേജുകളെല്ലാം വിസിബിൾ ആവാത്ത രീതിയിൽ ലോക്ക് ചെയ്യും. അപ്പൊ SI പോലീസുകാർ അവരുടെ മുഖം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കും, ഞങ്ങളെല്ലാവരും പിരിഞ്ഞു തേടാന്നും പറഞ്ഞ് തേടി പോവുക. ഇയാളെ മുന്നിൽ കൂടെ തന്നെയാണ് ഒരു ചെറുക്കം പാസ് ചെയ്തു പോകുന്നത്. അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് ക്യാപ്റ്റൻ ലേഡി കൺട്രോൾ റൂമിലില്ലേ, ആ ലേഡി പറയും, നിങ്ങളുടെ എല്ലാം ബോഡി ക്യാമറ ഓണാക്ക്, അതിലെ വിഷ്വൽസ് വെച്ച് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമല്ലോ. ലേഡി പറയുന്ന പോലെ തന്നെ പോലീസുകാർ ചെയ്യുന്നു. എന്നാൽ ഈ പോലീസുകാർ പരസ്പരം സംസാരിക്കുന്നത് പോലും നമ്മുടെ കള്ളൻ ഡാഡി ഇല്ലേ, അയാൾക്ക് കേൾക്കുന്നുണ്ട്. സോ ഇങ്ങേരെ പിള്ളേരോട് പറയും, പോലീസുകാരുടെ ക്യാമറയിലും നിങ്ങൾ പതിയാതെ ശ്രദ്ധിക്കുക. ഇവരപ്പം അത്യാവശ്യം വസ്ത്രമൊക്കെ മാറി വേറെ ഗെറ്റപ്പിലാണ് നടക്കുന്നത്. എന്നാലും സൂക്ഷിക്കണം, കാരണം ഹോട്ടൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല. കള്ളൻ ഡാഡി അകത്തേക്ക് വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് മറയണം എന്നുള്ളത് ഇവരെ എതിർഭാഗത്തുനിന്ന് നിരീക്ഷിച്ച് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കുകയാണ്. ഇതിലെ ഒരുത്തൻ അവിടുത്തെ പോലീസിന്റെ കയ്യിൽ പെടാൻ നേരം അപ്പം പ്ലേറ്റൊക്കെ തട്ടിയിട്ട് പുള്ളിക്കാരുടെ ശ്രദ്ധ മാറ്റും. അവൻ ചെന്ന് കിളവന്റെ വേഷം മാറി ഒരു ചെറുപ്പക്കാരന്റെ ലുക്കിൽ നടന്നു പോകുന്നു. വേറൊരുത്തൻ മീശയൊക്കെ മാറ്റി അവിടുത്തെ തന്നെ ജോലിക്കാരന്റെ വേഷത്തിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. എന്നാൽ SI ആണെങ്കിൽ അവന്മാര് രൂപം മാറ്റിയാലും അവരുടെ ലക്ഷണം വെച്ച് ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് നടക്കുക. അപ്പോഴാണ് ഇങ്ങേരെ ഇടിച്ച ഒരുത്തൻ കാതിൽ കടുക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നത് SIക്ക് ഓർമ്മ വരിക. ആ ചെറുക്കനാണല്ലോ നേരത്തെ പാസ് ചെയ്തു പോയത്. അവന്റെ രൂപവും ഭാവവും ഒക്കെ പുള്ളിക്ക് വ്യക്തമാണ്. പുള്ളി ഉടനെ കൺട്രോൾ റൂമിൽ വിളിച്ച് ഇവന്റെ രൂപഭാവം പറഞ്ഞു കൊടുക്കും. അപ്പൊ അതേപോലത്തെ ഒരു പയ്യൻ ക്യാൻറ്റീനിൽ ഇരിപ്പുണ്ട്.
ഇവരങ്ങോട്ട് ഓടുകയാണ്. സോ ക്യാൻറ്റീനിലുള്ളവനെ പോലീസുകാർ ടാർഗറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയ ഡാഡി, എടാ സിൻ, നിന്നെ അവർ പിടിക്കാൻ വരുന്നുണ്ട്, പെട്ടെന്ന് സ്കൂട്ടായിക്കോ, ഫെങ് ചെന്ന് അവരെ ശ്രദ്ധ തിരിക്കുന്നു പറയും. സോ വേറൊരുത്തൻ ഈ പോലീസുകാരുടെ എതിർക്ക പോയിട്ട് ക്യാമറ പെടുന്നത് പോലെ അവർ ശ്രദ്ധ തിരിക്കുക. സോ പോലീസുകാർ അവന്റെ പുറകെ പോകുമ്പം ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെടും. ഇതിനിടെ ഡാഡി ചെന്ന് ഒരു പോലീസുകാരന്റെ ക്യാമറയിൽ കേക്ക് തേക്കുന്നുണ്ട്. അതോടെ പുള്ളിക്കാരന്റെ ക്യാമറ ബ്ലർ ആവും ചെയ്യും. ഈ നേരത്ത് ആ ഫ്രീക്കൻ നരുന്ന് ചെന്ന് തുണിയൊക്കെ മാറ്റി മൊത്തത്തിൽ ഒരു ചുന്ദരി പെൺകുട്ടിയായിട്ട് പുറത്തേക്ക് വരിക. വേറൊരുത്തം പോയി ഷാവോളിൻ മുത്തപ്പനായിട്ട് മാറും. ഇനിയിപ്പോൾ ഇങ്ങനെ വേഷം മാറി നടന്നാൽ മാത്രം പോരല്ലോ, ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? അതിന് മറ്റൊരു പോംവഴിയും കൂടെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതേ ഹോട്ടലിൽ ഒരു വിഷ്വൽ ട്രീറ്റിന്റെ ഷോ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി കുറച്ച് പേര് തടിച്ചു കൂടിയിട്ടുണ്ടാവും. നമ്മുടെ കള്ളൻ ചെറുക്കന്മാരും ആ ഷോയിലേക്ക് വന്ന് ഈ ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റേജിലേക്ക് ചാടിക്കയറുക. അതിന്റെ മെക്കാനിസം അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ ആ മരം പോലെയുള്ള സാധനത്തിലേക്കൊക്കെ ചാടിക്കയറി നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. അങ്ങനെ അവർ പോലീസിനെ പറ്റിച്ച് എളുപ്പത്തിൽ അവിടെ നിന്ന് സ്കൂട്ടായി. ഈ കമ്പനി മുതലാളിയാണെങ്കിൽ ഭ്രാന്ത് കയറിയുള്ള പോലീസുകാരന്മാരെല്ലാം ചീത്ത പറയുക. അയാളെ കോടിക്കണക്കിന് രൂപയാണ് പോയിരിക്കുന്നത്. സോ ഉടനെ DIG എല്ലാ പോലീസിനെയും വിളിച്ചൊരു മീറ്റിംഗ് കൂട്ടും. SI പറയാണ്, അവർ നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്തു, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, എങ്ങനെയെങ്കിലും അടുത്ത തവണ പിടിക്കാൻ നോക്കാം. എന്നാൽ DIGക്ക് വിശ്വാസമില്ല. അവരിപ്പോൾ ഹാക്ക് ചെയ്തെങ്കിൽ ഇനി നമ്മളുടെ അടുത്ത മൂവ്മെന്റ് പോലും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ പോകുന്ന പാതയിലൂടെ പോയിട്ട് കാര്യമില്ല, മറ്റെന്തെങ്കിലും ചെയ്യണം. അപ്പോഴാണ് ഇൻസ്പെക്ടർ ലേഡി പറയുക, സാർ, നമുക്കൊരു നല്ല പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ഹണ്ടർ വേണം, ഒരു പഴയ ആൾ തന്നെ വേണം, എന്നാലേ പിടിക്കാൻ പറ്റുള്ളൂ അവരെ. പുതിയ വിദ്യയൊന്നും അവരെടുത്ത് നടക്കുന്നില്ല. അപ്പോൾ DIG ചോദിക്കുകയാണ്, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വോങ്ങിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണോ പറയുന്നത്? അങ്ങേരതിന് സമ്മതിക്കുമോ? ഇത് കേൾക്കുമ്പോൾ SIക്ക് ഈഗോ അടിക്കും. ഒരു പഴയ ഫോസിൽ തന്തേനെ കൊണ്ടുവന്ന് ഈ AI യുഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങളെ കൊണ്ട് തന്നെ നടക്കുന്നില്ല, പിന്നെ അയാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് നടത്താനാ? അപ്പോൾ ഇൻസ്പെക്ടർ ലേഡി, അങ്ങേരെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെത്തേഡ്സ് എല്ലാം വളരെ വെറൈറ്റിയാണ്. ഏറ്റെടുത്ത മിഷൻസ് എല്ലാം തന്നെ സക്സസ് ആക്കിയിട്ടുണ്ട്. പുള്ളിയെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ DIG പറയാണ്, ഫോസിൽ കൊണ്ടുവരോ സ്പൈസ് ഗേളിനെ കൊണ്ടുവരോ അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് അവരെ കണ്ടുപിടിക്കണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സോ ഇൻസ്പെക്ടർ അതനുസരിച്ച് നമ്മുടെ ക്യാപ്റ്റൻ വോങ്ങിനെ തേടി കണ്ടുപിടിക്കാൻ, ജാക്കി ഡാഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടി 2 പോലീസുകാരെ അയക്കുന്നു. ഒന്ന് കുട്ടിപ്പെണ്ണും പിന്നൊന്ന് പൊട്ടഞ്ചക്കനും. ഇവർ 2 പേരും ഡാഡി അന്വേഷിച്ച് പോവുകയാണ്. പുള്ളി ഇപ്പോൾ റിട്ടയർമെന്റ് ഒക്കെ വാങ്ങി വീട്ടിൽ റെസ്റ്റ് ചെയ്യായിരിക്കും. പുള്ളിയുടെ ഫയൽ നോക്കുമ്പം ഒരു യമണ്ടൻ ഹിസ്റ്ററി ഉണ്ട് പുള്ളിക്ക്. എല്ലാ കേസുകളും ഭയങ്കരമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആക്ഷൻ ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നാൽ അവസാനത്തെ കേസിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. അതിൽ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ കൊല ചെയ്യപ്പെട്ടു. ഇതിന്റെ വിഷമത്തിലാണ് പുള്ളി ജോലി വിട്ട് ഇറങ്ങിപ്പോയത്. ഈ ഫയലെല്ലാം ഇവർ നോക്കി നിൽക്കുമ്പോൾ കുറേ പട്ടികളെയും കെട്ടിവെച്ച് മണികിലുക്കത്തോടെ കണ്ണുപൊട്ടനെ പോലെ ഒരു അപ്പൂപ്പൻ ഇറങ്ങി വരും. അത് മറ്റാരുമല്ല, നമ്മുടെ ജാക്കി ഡാഡിയാണ്. പുള്ളിക്കാരന് പട്ടിയെ നോക്കുന്നതാണ് ഇപ്പോൾ ജോലി. ഇവര് 2 പേരും അങ്ങേരെ ഫോളോ ചെയ്ത് പോവാം. അവസാനം ഇപ്പോൾ ഒരു കോഫി ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കോഫി ഷോപ്പിനകത്ത് ഇവളും പുറത്ത് പുള്ളിക്കാരൻ നിൽക്കും. കുറെ കഴിയുമ്പോൾ ജാക്കി മാമൻ അങ്ങോട്ട് കയറി വരുന്നു. ഇവളും എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ ഈ ജാക്കി മാമൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് ഇവളുടെ അടുത്തേക്ക് വരുന്നു. ഇവൾക്കൊന്നും മനസ്സിലാവില്ല. പുള്ളിക്കാരൻ മെല്ലെ അവളടുത്തിരുന്നിട്ട്, നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഉടനെ ഇവള്, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഞാനിതിന് നിങ്ങളെ ഫോളോ ചെയ്യണം? നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. വെറുതെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുകയാണോ? അനുവാദമില്ലാതെ. മാറിപ്പോയിരിക്കും മൂത്തോരെ, എനിക്ക് എൻ്റെ ജോലി ചെയ്യാനുണ്ടെന്ന് പറയുക. അപ്പൊ ജാക്കി ഡാഡി എഴുന്നേറ്റിട്ട്, ഉച്ച കഴിഞ്ഞ് 2:23 നീ ആദ്യമായി എന്നെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ പെറ്റ് ഷോപ്പിൽ പോണ വഴിയിൽ നിങ്ങൾ 2 പേരായി എൻ്റെ പുറകെ വന്നു. ആ സമയം മുതൽ ഇതുവരെ 4 മണിക്കൂർ 17 മിനിറ്റ് നീ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. 3 തവണ നീ വസ്ത്രം മാറി, ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു. 9 തവണ പല സ്ഥലങ്ങളിലായി നിന്ന് എന്നെ പറ്റിയുള്ള നോട്ട്സ് എഴുതി. നിന്റെ കൂട്ടുകാരൻ, അവന്റെ വിചാരം അവൻ ആരും മനസ്സിലാക്കില്ലെന്ന്. നിന്റെ കൂടെ ബസ്സിൽ അവനും ഉണ്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഷിങ്കോ എന്ന് ചോദിക്കുകയാണ് ഡാഡി. ഉടനെ അവൾ ഞെട്ടിപ്പോവും. ഇവളുടെ പേര് പോലും മാമന് ഓർമ്മയുണ്ട്. സോ അങ്കിൾ വോങ്, ഇത്രയും കാലം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? 8 വയസ്സിലാണ് അവസാനമായി ഞാൻ നിങ്ങളെ കണ്ടത്. സംഭവം ജാക്കി മാമന്റെ കൂട്ടുകാരന്റെ മോളാണ് ഈ ഇത്തിരിപ്പെണ്ണ്. മാമൻ പറയാണ്, നീ പോലീസിൽ ചേർന്നെന്ന് ഞാൻ കേട്ടു. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ പുള്ളി ഒരുപാട് അഭിമാനിച്ചേനെ. അതിനവള് മറുപടി ഒന്നും പറയില്ല. അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഞാൻ എഴുതിയ നോട്ട്സിനെ പറ്റിയൊക്കെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? മാമൻ ഇവള് വലിച്ചെറിഞ്ഞ നോട്ട്സ് എടുത്ത് കാണിക്കും. ഒരിക്കലും ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ എഴുതിയ നോട്ട്സ് വലിച്ചെറിയാൻ പാടില്ല, അതൊരു മിസ്റ്റേക്കാണ്. മാത്രമല്ല, നീ എഴുതിയ നോട്ട്സിൽ ഒരുപാട് തെറ്റുമുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് മാറ്റി എഴുതി വെച്ചിരിക്കുന്നു. അവളെ നോട്ട്സ് എന്താണെന്ന് പോലും മാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കൊളീഗിന്റെ കാര്യം എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരന്റെ ID കാർഡ് മാമനെടുത്ത് കാണിച്ചു കൊടുക്കുക. നൈസായിട്ട് മാമൻ അത് അടിച്ചു മാറ്റിയിരുന്നു. ആരാ നിന്നോട് പറഞ്ഞ് എന്നെ ഫോളോ ചെയ്യാൻ എന്ന് ചോദിക്കുകയാണ് ഡാഡി. അവള് പറയും, പോലീസ്
SP ഓഫീസിൽ നിന്ന് അവർ നേരിട്ട് ഞങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞ. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. സോ എന്തിനാണ് അവർ അന്വേഷിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കാൻ വേണ്ടി മാമൻ അവളുടെ കൂടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. പുള്ളിക്കാരൻ ചെന്ന് പുതിയ പോലീസുകാരെയൊക്കെ പരിചയപ്പെടും. അവർക്ക് വേണ്ടി ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇത്തിരി പെണ്ണ്. ആ നേരത്ത് ആ പൊട്ടൻ ചെറുക്കനും വരുന്നുണ്ട് അടുത്തേക്ക്. നീയൊക്കെ ഒരു പോലീസാണോടാ എന്നവൾ ചോദിക്കും. അപ്പോൾ ആ ചെറുക്കൻ അയാൾ കള്ളനായത് എൻ്റെ തെറ്റാണോ എന്ന് പറയാണ്. ഈ ചെറുക്കന് ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ട് നമ്മുടെ പെണ്ണിനോട്. ഇത് കഴിഞ്ഞ ചെറുക്കൻ കുട്ടിപ്പെണ്ണോട് ചോദിക്കുകയാണ്, പുള്ളിക്കാരൻ്റെ കൂട്ടുകാരൻ മരിച്ചു പോയില്ലേ, അത് ശരിക്കും നിന്റെ അച്ഛനായിരുന്നോ? ഞാൻ അറിഞ്ഞിരുന്നില്ല. സോ ഇത്തിരി പെണ്ണിൻ്റെ അച്ഛനായിരുന്നു ഹീറോയുടെ കൂടെണ്ടായി കൊല ചെയ്യപ്പെട്ടത്. പാവം. എന്തായാലും അത് കഴിഞ്ഞ് നമ്മുടെ പോലീസുകാരെല്ലാം ഈ കള്ളന്മാർ ആ ഹോട്ടലിൽ പാസ് ചെയ്ത് പോയതിൻ്റെ CCTV ഫൂട്ടേജ് കാണിക്കും. അവർ എൻ്ററായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് CCTV കട്ടായിരിക്കുന്നത്. ആ കുറച്ച് സമയത്തെ ഫൂട്ടേജ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ജാക്കി മാമൻ അവസാനത്തെ 15 മിനിറ്റ് പ്ലേ ചെയ്യാൻ പറയും. ഒരു 2-3 തവണ ഇത് പ്ലേ ചെയ്യുമ്പോഴേക്കും പുള്ളിക്കാരൻ കൾപ്രിറ്റുകളെയൊക്കെ കണ്ടുപിടിച്ചു. അവരെല്ലാം മാർക്ക് ചെയ്യുക. 4 പേരുണ്ട്. എങ്ങനെയാ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവർ ഹോട്ടലിനകത്തേക്ക് വന്നപ്പോൾ തന്നെ CCTV അത് ഓണാണോ അല്ലയോ എന്ന് നോക്കുമായിരുന്നു. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ അങ്ങനെ പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കള്ളൻ ചെറുക്കന്മാരൊക്കെ അവരെ സങ്കേതത്തിൽ ഒത്തുകൂടുകയാണ്. ആ നേരത്തെ ഇവരെ ലീഡർ ഡാഡി വരുന്നുണ്ട്. ഹാക്കർ ചെറുക്കനെ അയാളിട്ട് പൊതിര തല്ലും. എന്താന്ന് വെച്ചാൽ ഇറങ്ങാൻ പറഞ്ഞ നേരത്തും ഇറങ്ങാതെ ഇവർ വൈകിപ്പിച്ച് മിസ്റ്റേക്ക് ആക്കി പുള്ളിക്കാരനെ ഒരു പെണ്ണിന്റെ ക്യാമറയിൽ പെടുത്തിയില്ലേ, അതിന്റെ ദേഷ്യത്തിലാണ് പുള്ളി തല്ലുന്നത്. ഈ ഹൈസ്റ്റെല്ലാം പ്ലാൻ ചെയ്യുന്നത് പുള്ളിയാ. പുള്ളി പറയുന്നതിന് മറുത്ത് ഒരു പരിപാടി ഇവർ ചെയ്യാൻ പാടില്ല. പുള്ളിക്കാരനത് ഇഷ്ടമല്ല. അനുസരണക്കേട് കാണിച്ച പൊതിരത്തല്ല. ഈ തല്ല് കുറേ കാലമായിട്ട് പിള്ളേർ സഹിക്കുന്നുണ്ട്. അതിലെ മൂത്ത ചെറുക്കന് അനിയന്മാരെ തല്ലുന്ന ഇഷ്ടമല്ല. അവൻ തടയുന്നുണ്ടെങ്കിലും ഇയാളെ എതിർക്കുന്നില്ല. കുറേ സഹിക്കുകയാണ് ഇവർ. ഈ സമയത്ത് പോലീസ് സ്റ്റേഷൻ. അവിടെ ഏകദേശം രൂപമുള്ള 4 പേരുടെയും ഫോട്ടോ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ അതിലൊരുവൻ വസ്ത്രം മാറി വരുന്നത് ജാക്കി ശ്രദ്ധിക്കും. ആ കോട്ടിട്ട വേറെ ആരെയോ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട് അതേ ഹോട്ടലിൽ വെച്ച്. സോ ഫൂട്ടേജുകളെല്ലാം ഒന്നുകൂടെ പരിശോധിക്കുമ്പോൾ ഒരു ഡാഡി കള്ളനും കൂടെ ചേർന്ന് ഇവരെ സഹായിച്ചിട്ടുണ്ടെന്ന് ജാക്കി മനസ്സിലാക്കും. ഇതങ്ങേര് പോലീസുകാരോട് പറയുമ്പോൾ നമ്മുടെ SI പോലീസില്ലേ, പുള്ളിക്കാരൻ ഡാഡിയെ ആ പെൺകുട്ടി ഫോട്ടോ എടുക്കുന്നത് കണ്ടിരുന്നു. ഈ നേരത്ത് കള്ളന്മാരെ സങ്കേതം. നമ്മുടെ ലീഡർ ഡാഡി മൂത്ത പയ്യനോട് സോറി പറയുകയാണ്. ഞാൻ ദേഷ്യപ്പെട്ടെങ്കിലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാ. നിങ്ങൾക്കൊക്കെ നല്ല ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ പോലും നമ്മുടെയൊക്കെ ജീവിതം ഇല്ലാതാകും. നിങ്ങളുടെ പ്രായത്തിൽ അത് മനസ്സിലാവില്ല. അപ്പം മൂത്തവൻ പറയാണ്, ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന്. ഡാഡി പറയും, എനിക്ക് മരിക്കേണ്ട ആവശ്യമില്ല, ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. എന്തായാലും ഇത് കഴിയുമ്പോൾ പോലീസുകാർക്ക് ആ പെൺകുട്ടി എടുത്ത ഫോട്ടോ കിട്ടി. എന്നാൽ അത് ക്ലിയർ അല്ല, കുറച്ച് ബ്ലർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഏകദേശം സ്ട്രക്ചർ അവർക്ക് മനസ്സിലായി. ഈ ഫോട്ടോ കാണുമ്പോൾ പഴയൊരു കള്ളനെ പറ്റിയുള്ള ഓർമ്മ ജാക്കി മാമന് വരികയാണ്. പുള്ളിക്കാരൻ ആ കള്ളനെ പറ്റിയുള്ള വിവരങ്ങൾ പറയും. 80 കാലഘട്ടത്തിൽ ഒരു ആർമി മാൻ ഉണ്ടായിരുന്നു. പട്ടാളത്തിൽ എന്തൊക്കെയോ തോന്നിവാസം കാണിച്ചതുകൊണ്ട് പുള്ളിക്കാരനെ പുറത്താക്കിയതാ. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള കള്ളനായിരുന്നു. ഈ പട്ടാള ജീവിതം കഴിഞ്ഞതിന് ശേഷം പുള്ളി പല ബാങ്കുകളും കൊള്ളയടിച്ചു. ഓരോ ബാങ്കും കൊള്ളയടിച്ചിട്ട് കാണാതാ. കുറേ നാൾ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. ഒരിക്കൽ പോലും പുള്ളിക്കാരൻ പിടിക്കപ്പെട്ടിട്ടില്ല. ഇത് അങ്ങേരാകാനാണ് സാധ്യത എന്ന് മാമൻ പറയുക. ഇത് കഴിഞ്ഞവര് കൊള്ളക്കാര് രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വണ്ടി മാർക്ക് ചെയ്യും. ആ സമയത്ത് ആ സിറ്റിയിൽ നിന്ന് പോയ ഒരു കാർ, ഏകദേശം അതായിരിക്കാനാണ്, ആ കാർ ആയിരിക്കാനാണ് സാധ്യത. ഈ കാർ നേരെ പോയിരിക്കുന്നത് ഓൾഡ് ടൗണിലാണ്. സോ കൊള്ളക്കാർ ആ ഓൾഡ് ടൗണിൽ എവിടെയോ ആണ് താമസിക്കുന്നത്. അതൊരു വലിയ ഏരിയ ആയതുകൊണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് കേട്ട് മാമൻ പറയും, കുഴപ്പമില്ല, ഞങ്ങളൊരു 4-5 ടീമായി തെരുവാന്തരം ഇറങ്ങി പരിശോധിക്കാന്ന്. അപ്പൊ DIG, സാറേ പണ്ടത്തെ കാലം പോലെയല്ല, ഇപ്പം നമ്മളങ്ങനെ തെരുവായി പരിശോധിക്കാറില്ല. CCTV ഉപയോഗിച്ചിട്ടാണ് എല്ലാ കൾപ്രിറ്റുകളെയും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു സർവീലിയൻസ് ടീം നമുക്കില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പം മാമൻ, എന്തായാലും നിങ്ങളുടെ AI സംവിധാനം ഉപയോഗിച്ച് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ടീമിനെ തായോ, പോലീസാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ടീം, അവരെ വെച്ച് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയാണ്. ഇത് കഴിയുമ്പോൾ ഇത്തിരി പെണ്ണ് ജിമ്മിൽ എന്തോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവൾക്ക് വലിയ സൈസ് ഇല്ലാത്തതുകൊണ്ട് വേറെ പൊക്കവും വണ്ണമുള്ള ആമ്പള പോലീസുകാർ അവന്മാർ ഇവളെ ടീസ് ചെയ്യാണ്. എന്നാൽ പെണ്ണ് ജാക്കി ചാൻ്റെ അനന്തരവളല്ലേ, അവൾക്ക് മുൻതായി കരാട്ടെ കുംഫു ഒക്കെ അറിയാം. പെണ്ണ് ചാടി പറന്ന് അവനിട്ട് 2 കുത്തു വെച്ചു കൊടുക്കുക. ഇതൊക്കെ ജാക്കി മാമൻ കണ്ടിരുന്ന് രസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവളോട് പറയും, കൂടുള്ളവരിങ്ങനെ ഇടിച്ചിടുന്നത് നല്ലതല്ല, നിനക്കൊരാപത്ത് വരുമ്പോൾ നിന്നെ അവരാണ് സഹായിക്കേണ്ടതെന്ന്. അതിന് അവൾ പറയാണ്, ഒരു പെണ്ണിനൊരിക്കലും പോലീസുകാരി ആവാൻ പറ്റില്ലെന്നാണ് അവന്മാരുടെ വിചാരം. പിന്നെ ആപത്ത് വരുമ്പോൾ അപ്പോഴൊന്നും അവന്മാർ സഹായിക്കാൻ പോകുന്നില്ല, കാരണം എന്നൊരു ടീമായിട്ട് പോലും അവർ കരുതുന്നില്ലെന്ന്. ഇവൾ നല്ല ദേഷ്യക്കാരിയാണെന്നുള്ളത് മാമന് മനസ്സിലായി. അന്ന് വൈകിട്ട് തൻ്റെ കൂട്ടുകാരൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഹീറോ സംസാരിക്കുക, കൊക്കോ, നമ്മുടെ മോൾ ഒരുപാട് വളർന്നു, നിന്നെപ്പോലെ തന്നെ നല്ല ദേഷ്യക്കാരിയാ.
ആ ദേഷ്യം അവൾക്ക് അപകടം വിളിച്ചു വരുത്തും. പേടിക്കണ്ട, ഞാൻ അവളുടെ കൂടെ തന്നെയുണ്ട്, അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാണ് മാമൻ. പിറ്റേ ദിവസം പുള്ളിക്കാരൻ സ്റ്റേഷനിൽ ചെന്ന് എനിക്കൊരു ടീമിന് ഇന്ന് തന്നെ തരൂ, ഞാൻ അവരെ ട്രെയിൻ ചെയ്യാന്ന് പറയും. അങ്ങനെ DIG ഹീറോയ്ക്ക് ഒരു ടീം കൊടുക്കുന്നു. 10-20 പേരുണ്ട്. മാമൻ ചെന്ന് ഓരോരുത്തർക്ക് കൈ കൊടുത്തിട്ട് ഇറങ്ങി പൊക്കോളാൻ പറയും. കാരണം പോലീസുകാരന്റെ ലുക്കുള്ള ആരും പാടില്ല. ലുക്കില്ലാത്ത ആൾക്കാരെയാണ് മാമൻ സെലക്ട് ചെയ്യുക. അതൊരു 6-7 പേരെ കാണുള്ളൂ. എന്നിട്ട് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഒരു തവണ കണ്ട കാര്യം അപ്പാടെ ക്യാപ്ചർ ചെയ്തെടുക്കണം. ആ കള്ളന്മാരെല്ലാം ഹൈലി സ്കിൽഡ് ആയതുകൊണ്ട് അവർക്ക് ചെറിയൊരു സംശയം പോലും വരാത്ത രീതിയിലാവണം പെരുമാറേണ്ടത്. ഇവരുടെ എല്ലാം വസ്ത്രം മാറ്റി സാധാരണക്കാരനെ പോലെ വണ്ടി കയറ്റി മാമൻ കൊണ്ടുപോവാണ്. എന്നാൽ ഇത്തിരി പെണ്ണിനെ തന്റെ കാറിൽ തന്നെ വെച്ച് മാമൻ ഇവരുടെ എല്ലാം മേസ്തിരിയായിട്ട് ആ കാറിനകത്ത് കൂടെ തന്നെ സർവീലൻസിന് പോവാണ്. ബാക്കി എല്ലാവരും ഫീൽഡിൽ. ഓരോരുത്തർക്കും ഓരോ പേരും വെച്ചു കൊടുക്കും. ഒരുത്തിന് പേര് തുഫു, ഒരുത്തിന് പേര് ന്യൂഡിൽസ്, ഒരുത്തിന് പേര് തിവി, ഗുണ്ടപ്പന്റെ പേര് പോർക്ക് ബൺ. അത് ബോഡി ഷെയ്മിങ് അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അല്ലാതെ ഒരു നാടൻ പേരാണെന്ന് മാമൻ പറയും. ഇത്തിരി പെണ്ണിന്റെ പേര് ലിറ്റിൽ ഫ്ലവർ പിഗ്ഗി. ആ ലിറ്റിൽ എടുത്ത് മാറ്റുമെന്ന് ചോദിക്കുമ്പോൾ ശരി എന്നാൽ പിന്നെ ഫ്ലവർ പിഗ്ഗി എന്ന് വെക്കാമെന്നും പറഞ്ഞ് അവൾക്ക് ആ പേരും കൊടുക്കുക. ഈ കഥാപാത്രങ്ങളെല്ലാം സാധാരണക്കാരെ പോലെ കച്ചവടക്കാരായിട്ടും ഡെലിവറി ബോയ് ആയിട്ടും പല വേഷങ്ങളിൽ ഈ സ്ഥലങ്ങളെല്ലാം പരിശോധിക്കാൻ പറയും. അതിൽ ആ പൊട്ടൻ ചെറുക്കനല്ലേ, അവൻ ആരും കണ്ടുപിടിക്കും. കാരണം വെള്ളം കുടിക്കുന്ന പോലെ കാണിച്ച് ഒരേ സ്ഥലത്ത് 4 മണിക്കൂർ നിൽക്കുകയാണ് അവൻ. മാമൻ ചെന്ന് അവനെ തെറി പറഞ്ഞ് ഓടിച്ചു വിടുന്നു. ഇവരെല്ലാം ഫീൽഡിൽ നിർത്തി ഈ കൊച്ചുപെണ്ണിനോട് തിന്നാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അത് തിന്നിട്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കുക. അവൾക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ 12 ദിവസം കഴിഞ്ഞു. നമ്മുടെ കള്ളം പിള്ളേര് പുതിയ എന്തോ ഒരു ഹൈസ്റ്റിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെ ക്യാപ്റ്റൻ ഡാഡി സമ്മതിക്കില്ല. പുള്ളിക്കാരൻ കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് ചെയ്ത് പോലീസുകാരൊന്ന് ശാന്തമായി ഈ കേസ് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഫീൽഡിൽ ഇറങ്ങിയാൽ മതി എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹാക്കർ ചെറുക്കന്. അവൻ അടുത്ത മിഷൻ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഡാഡി അതിന് സമ്മതിക്കില്ല. നിനക്ക് മെച്യൂരിറ്റി ആയിട്ടില്ല, ആയതിനു ശേഷം നമുക്ക് നടപ്പിലാക്കാന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇവനപ്പോ ഇവരെ കഴിഞ്ഞ കാലമൊക്കെ ഓർക്കുന്നുണ്ട്. ഈ പിള്ളേരെല്ലാം ഒരു ഓർഫനേജിലാണ് വളർന്നത്. ആ ഓർഫനേജിൽ ഈ പിള്ളേരെ കാണാൻ വേണ്ടി എപ്പോഴൊരു അങ്കിള് വരും. ആ അങ്കിളാണ് ഈ ഡാഡി. പുള്ളിക്കാരന് കുടുംബമൊന്നുമില്ല. ഈ കുട്ടികളെയാണ് കുടുംബമായിട്ട് കാണുന്നത്. എന്നാൽ സ്വന്തം കുട്ടികളോട് പെരുമാറുന്ന പോലെയല്ല പെരുമാറുന്നത്. ഭയങ്കര സ്ട്രിക്റ്റാ. ആർക്കും ദേഷ്യം വരുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പെരുമാറുക. എന്നെ കൊന്നിട്ട് എന്റെ പങ്കുമെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊള്ള നടത്തി ജീവിക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ഡാഡി മൂത്ത ചെറുക്കനോട് ചോദിക്കും. അപ്പൊ അവൻ പറയാണ്, ഞാൻ ആരെയും നിങ്ങളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഞാൻ തന്നെ കൊല്ലുമെന്ന്. അവിടുന്ന് ജാക്കി മാമന്റെ അടുത്തേക്ക് വന്നാൽ അവൾ ചോദിക്കുകയാണ് മാമന്റെ അടുത്ത്, ഞാനൊരു ചെറിയ പെണ്ണായതുകൊണ്ടാണോ നിങ്ങൾ എന്നെ പിടിച്ച് അടുത്തന്നെ ഇരുത്തിയിരിക്കുന്നത്? ഞാനും ഫീൽഡിൽ പോകേണ്ട ആളായിരുന്നു, എനിക്കും കഴിവുണ്ട്, ഞാനൊരു പോലീസുകാരിയാ, എനിക്ക് കഴിവില്ല, ബലമില്ല എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ പിടിച്ച് അടുത്തിരുത്തിയിരിക്കുന്നത്? നിങ്ങൾക്ക് ചോറ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണോ എന്റെ ജോലി? അത് കേട്ട് മാമൻ പറയാണ്, നിന്റെ ജോലി ഇപ്പോൾ എന്നെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇതെന്റെ ഓർഡറാണ്, എന്റെ സർവീലൻസ് പാർട്ട്ണറാണ് നീ, മിണ്ടാതെ അടങ്ങി ഈ കാറിൽ തന്നെ ഇരിക്കുന്നു പറയുക. ഈ സമയത്ത് കള്ളൻ ഡാഡിയുടെയും മൂത്ത പയ്യന്റെയും ഒരു സംസാരം കേൾക്കുന്നുണ്ട്. കള്ളൻ ഡാഡി ഏതോ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കുറച്ചു കാലം ഇനി ഹൈസ്റ്റ് ഒന്നും വേണ്ട, ഒരു ഭാഗത്ത് സൈലന്റ് ആയിരിക്കാം, നമ്മളുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് അറിയണ്ട. നിന്റെ അനുജൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, അവൻ അതിനായിട്ടില്ല, എന്തേലും കുഴപ്പം പറ്റും എന്ന് പറയാണ് ഡാഡി. ഇങ്ങനെ അവരെ കാര്യങ്ങൾ വളരെ നോർമലായിട്ട് പോകുമ്പോൾ ജാക്കി മാമൻ ടീമിന് ഇപ്പോഴും പബ്ലിക്കിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളായി നിരീക്ഷിച്ച് കവർ ചെയ്ത് അവർ പോവാണ്. ഇടയ്ക്കിടെ പൊസിഷൻസ് ഒക്കെ മാറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു. നമ്മുടെ ഇത്തിരി പെണ്ണ് പതിവ് പോലെ വൈകിട്ട് ഇഡലിയും വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ 2 റൗഡികൾ പെമ്പിള്ളേരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ മാമൻ അവളോട് ഇടപെടണ്ട, തിരിച്ചു വന്ന് കാറിൽ കയറ്, അത് കഴിഞ്ഞ് ലോക്കൽ പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൾ അതനുസരിക്കാതെ ഞാനൊരു പോലീസുകാരിയാണെന്നും പറഞ്ഞ് ഈ ചെറുക്കന്മാരോട് വഴക്കുണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. ആദ്യം 2 അടിയൊക്കെ ഇവള് കൊടുക്കുന്നുണ്ട്. എന്നാലും അവന്മാര് 3-4 പേരില്ലേ, അത്യാവശ്യം ബലശാലികളുവാ. സോ ഇവന്മാര് പെണ്ണിനെ പിടിച്ച് മടക്കി കത്തി കൊണ്ട് അവളെ കുത്താൻ നോക്കുക. അപ്പോഴായിരിക്കും മാമൻ വരുന്നത്. മാമന് വയസ്സായെങ്കിലും അത്യാവശ്യം തടഞ്ഞു പിടിച്ച് മണ്ടേ കുത്തി അടിക്കാനൊക്കെ അറിയാം. അങ്ങനെ അടിച്ചവരെ നിലം പരിശാക്കി പെണ്ണിനെ തിരിച്ച് കാറിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല ചീത്ത പറയുക. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇപ്പൊ ഭിത്തിയിലായനെ. അതിന് എത്രത്തോളം ക്ഷമ വേണം, എത്രത്തോളം ഉത്തരവാദിത്തം വേണമെന്നറിയോ? ഓരോ മിഷൻസും ജീവൻ പണയം വെച്ച് കാലങ്ങളോളം കാത്തിരുന്നാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. നിനക്ക് ഒരാഴ്ച പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. അത് കേട്ടാ ഇത്തിരി പെണ്ണ് ചോദിക്കുക, അങ്ങനെ മിഷൻ പൂർത്തിയാക്കിയിട്ടാണോ നിങ്ങൾ എന്റെ അപ്പനെ കൊന്നുകളഞ്ഞ്? അങ്ങേര് മരിക്കാൻ കാരണം നിങ്ങളാ, നിങ്ങളുടെ മിസ്റ്റേക്കാ. അച്ഛൻ പോയി കഴിഞ്ഞ് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാ ജീവിച്ചെന്നറിയോ? ഇത് കേൾക്കുമ്പോൾ മാമൻ പറയാണ്, നിന്റെ അച്ഛൻ മരിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയോ? നീ ഇപ്പൊ കാണിച്ചില്ലേ, അതുപോലെ അന്ന് ഞാൻ പെരുമാറിയത്, അന്നൊരു മണ്ടനെ പോലെ ഞാൻ പെരുമാറിയത്. അപ്പോൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ജാക്കി മാമനും കൂട്ടുകാരനും ഒരു മിഷനുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു ഒളിത്തെരുവിലാണ്. അവിടെ വലിയ ഡ്രഗ് ഡീലിംഗ് നടക്കുന്നുണ്ട്. ഇവർ ആ ഡീലേഴ്സിനെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ആ നേരത്ത് കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്ന ഒരു സംഘം ഒരു ചെറിയ കുട്ടിയെ മുട്ടായും കൊടുത്ത് പറ്റിച്ച് വിളിച്ചോണ്ട് പോകാൻ നിൽക്കുക. ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണം എന്ന് മാമനുണ്ട്. കൂട്ടുകാരൻ പറയും, വേണ്ട വേണ്ട, നമുക്ക് പോലീസിനെ വിളിക്കാം, ഇപ്പം നീ ഇടപെടണ്ടാന്ന്. എന്നാൽ മാമൻ അത് കേൾക്കാതെ നേരെ ചെന്ന് അവരുമായിട്ട് വഴക്കുണ്ടാക്കുക. സോ ഇവരിൽ നിന്ന് മാമനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പോലീസുകാരൻ തോക്കെടുക്കുന്നു.
കൂട്ടുകാരൻ പോലീസ്. ഇത് കാണുന്ന ഡ്രഗ് ഡീലേഴ്സ് കൂട്ടുകാരൻ പോലീസിനെ വെടിവെച്ച് കൊന്നുകളയും. എന്നിട്ട് അവരും രക്ഷപ്പെട്ടു, ഈ പിള്ളേരെ പിടുത്തക്കാരും രക്ഷപ്പെട്ടു, കൂട്ടുകാരൻ മാത്രം മരിച്ചുപോയി. പാവം. ഇങ്ങനെ താൻ ചെയ്ത മിസ്റ്റേക്കിലാണ് അവളുടെ അച്ഛൻ മരണപ്പെട്ടത്. അപ്പൊ പെൺകുട്ടി ചോദിക്കുകയാണ്, എന്നാലും നിങ്ങൾക്ക് ആ കൊച്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലേ? അതിന് മാവൻ പറയും, ആ കുട്ടി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഇതുവരെ അതിനെക്കുറിച്ച് ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ഫെയിലിയർ ആയിപ്പോയി, എല്ലാ പ്ലാനും ഫെയിലിയർ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഒരു പോലീസുകാരായ നമുക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവും, പക്ഷേ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട മിഷൻ അത് പൂർത്തീകരിക്കുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഹോപ്പുണ്ട്, പലരുടെയും സേഫ്റ്റിയും ഉണ്ട്. നമ്മുടെ ഡ്യൂട്ടിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറിപ്പോകരുത്. ഇങ്ങനെ പല പോലീസ് സെന്റിമെന്റ് ഡയലോഗും മാം പറയുന്നുണ്ട്. അതെല്ലാ പോലീസുകാരും കേൾക്കും, അവർക്കെല്ലാം ജ്ഞാനപ്പിറവി ഉണ്ടാവുന്നു. എന്തായാലും ഇങ്ങനെ ഇവർ യാത്ര ചെയ്തുകൊണ്ട് പെട്രോളിംഗ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ വെച്ച് ഇവർ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു വയസ്സായ ലീഡർ ഡാഡീനെ കാണും. ഉടനെ മാമൻ സർവീലിയൻസിലുള്ള പോലീസുകാരെല്ലാം വിളിച്ച് വസ്ത്രം മാറി അയാളെ നിരീക്ഷിക്കാൻ പറയുകയാണ്. നമ്മുടെ ഇത്തിരി പെണ്ണില്ലേ പിഗ്ഗി ബേബി, അവളോട് മാമൻ പറയും, അയാളെ നിന്നെ മാത്രമാണ് ഒരിക്കൽ പോലും കാണാത്തത്, അതുകൊണ്ട് നീ തന്നെ നേരിട്ട് ചെന്ന് പുള്ളിയുടെ ഫേസ് റിവീൽ ചെയ്യുമെന്നും പറഞ്ഞ് അവളെ പറഞ്ഞുവിടാം. അവൾക്കതിൽ അഭിമാനമായി. പെണ്ണ് നേരെ ചാടി ഇറങ്ങിപ്പോകുന്നു. ഈ പോലീസുകാരെല്ലാം അവരുടെ ബോഡി ക്യാമറ ഓൺ ചെയ്ത് ഇയാളെ മെല്ലെ നിരീക്ഷിക്കുക. മാമൻ പറയുന്നുണ്ട്, അയാൾ എക്സ്ട്രീംലി ടാലന്റഡ് ആണ്, പഴയ പ്രോയാണ്, അതുകൊണ്ട് ഒരു ചെറിയ അനക്കം പോലും പുള്ളിക്കാരൻ മനസ്സിലാക്കും. സംശയാസ്പദമായി പെരുമാറാനേ പാടില്ല. ദൂരം കീപ്പ് ചെയ്ത് അയാളെ നിരീക്ഷിക്കുന്നു. ഇവരോരോരുത്തരായിട്ട് നോക്കി നോക്കി മാറിപ്പോകും. രണ്ടാമതും അതേ സൈക്കിളിൽ വന്നാൽ അയാൾ കണ്ടുപിടിക്കുമല്ലോ, അതുകൊണ്ട് മാറിപ്പോവാ. ഇപ്പൊ കപ്പിളിന്റെ വേഷത്തിൽ പോകുന്നവരാണ് അയാളുടെ മുന്നിലേക്ക് എത്തിയത്. എന്നാൽ അതിലെ പോലീസുകാരനെ ഹോട്ടലിൽ വെച്ചൊരു പക്ഷേ ഈ ഡാഡി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് പുള്ളിക്കാരൻ മുഖം മറയ്ക്കണം. സമയം തന്നെ ഇല്ല. പെട്ടെന്ന് പുള്ളിയുടെ മുഖം മറയ്ക്കാൻ വേണ്ടി കൂടുള്ള പോലീസുകാർ ഉമ്മ വയ്ക്കുക. രസമുണ്ട്. അങ്ങനെയൊക്കെ പോലീസ് സർവീസിലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇനിയിപ്പോൾ അയാൾ അടുത്തേക്ക് പോകാൻ ബാക്കിയുള്ളത് പിഗ്ഗി മാത്രമാണ്. ഞാൻ ചെന്ന് മുഖം കണ്ടുപിടിച്ച് തരാമെന്നും പറഞ്ഞ് ഇവള് നേരെ അടുത്തേക്ക് പോവാ. ഇവയ്ക്ക് ഇത്തിരി കൗതുകം കൂടുതലാണല്ലോ, അതുകൊണ്ട് ഇത്തിരി കടുകെട്ടിയ വേലകളൊക്കെ പ്രയോഗിക്കും. എന്തോ കാണാതായ രീതിയിൽ അവൾ നിലത്ത് നോക്കി തപ്പിക്കൊണ്ടിരിക്കുക മൊബൈലും വെച്ച്. ഈ തന്ത പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ നിലത്തുള്ള വെള്ളത്തിൽ ഇവള് മുഖം കാണിച്ചു കൊടുക്കും. അപ്പൊ സസ്പെക്റ്റിന്റെ ഫേസ് ID കൺഫേം ആയി. അത് തന്നെയാണ് കൊള്ളക്കാരൻ. ഇതവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാമൻ പെട്ടെന്ന് കൈ താഴ്ത്താൻ പറയും. കാരണം ചെവിയിൽ കൈവച്ചാൽ ആരോട് സംസാരിക്കുകയാണെന്ന് കള്ളന് മനസ്സിലാവുമല്ലോ. ഭാഗ്യത്തിന് അവള് കൈ താഴ്ത്തി. അയാൾക്ക് സംശയമൊന്നുമില്ല, മുന്നോട്ട് പോവാണ്. CCTV ക്യാമറ അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതും പിടിക്കും മാമൻ. കാരണം ക്യാമറ അനങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കും. കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോകുന്നു. എന്നാലും ചെറിയ ചില അശരീരികൾ ചുറ്റും ഉണ്ടായാൽ പോലും ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് അയാൾക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും ഇങ്ങനെ പോകുന്ന പാതയെല്ലാം കൂടെ നമ്മുടെ പോലീസുകാർ പരിശോധിക്കുന്നു. അവസാനം വലിയൊരു അപ്പാർട്ട്മെന്റിലേക്കാണ് പുള്ളിക്കാരൻ കയറി ചെല്ലുന്നത്. അവിടെ 1000-ഓളം ഫ്ലാറ്റുകളുണ്ട്. അതിലേതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ? എന്തെങ്കിലും വിവരം കിട്ടിയാൽ പുള്ളിക്കാരൻ എസ്കേപ്പ് ആവുകയും ചെയ്യും. സോ പിഗ്ഗി തന്നെ ഞാൻ പോയി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോവാ. ഒരു സാധാരണ പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടീനെ പോലെ ഹെഡ്ഫോണും വെച്ച് ഇയാൾ കയറിപ്പോകാൻ നിൽക്കുന്ന ലിഫ്റ്റിനടുത്തേക്ക് അവൾ ചെല്ലും. അപ്പോഴാണ് ജാക്കി മാമൻ നേരത്തെ കണ്ട ഫൂട്ടേജ് ഒന്നുകൂടെ റീപ്ലേ ചെയ്ത് നോക്കുക. അതിൽ ഒരു സെക്കൻഡ് അവൾ ചെവിയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടിരുന്നു. ഈ പെണ്ണ് റിപ്പീറ്റ് അയാളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. സോ കൺഫേം, ഇത്തിരി പെണ്ണിനോട് അയാൾക്ക് സംശയം ഉണ്ടാവും. സംശയം ഉണ്ടെങ്കിൽ അയാളെ തീർക്കുകയും ചെയ്യും. പറഞ്ഞതുപോലെ ലിഫ്റ്റിനകത്ത് കയറി അവളെ കുത്താൻ വേണ്ടി ഇയാൾ കത്തി പുറത്തേക്ക് എടുക്കുക.